അവന് എന്തെങ്കിലും പറ്റിയാ എനിക്ക് എന്തരി അത് തന്നല്ലേ നിങ്ങൾക്ക് എന്തൊരു സങ്കടം അല്ലേ? മോനല്ലേ നിങ്ങടാ ഞാൻ തന്നെ മറ്റു അമ്മ അങ്ങ് പോയില്ലേ നമ്മളും കൂടെ പോകും ഓള് കൂടെ പോകും. എന്തിനൊക്കെ പറയണേ അമ്മ? മറ്റു അമ്മ നമ്മളും കൂടെ കൂടെ പോകും. നമ്മളും കൂടെ പോവൂല, എന്നാലും നമ്മളെ മക്കള് നമ്മള് ജീവനോട് ഇരിക്കുന്ന കാലത്തോളം നമ്മൾ മക്കള് മരിക്കാൻ പാടില്ലെന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ട? നമ്മള് അത് തന്നെ നമ്മളെ മക്കള് നമ്മളെ ജീവിതകാലം മുഴുവൻ നമ്മള് കാണത്തക്ക രീതിയിൽ ഇരിക്കണം. വിഷമിച്ചിരിക്കുന്നത് വയ്യന്നേ, നിങ്ങളെ മോന് വയ്യ. അവന് മുമ്പേ സുഖടിയല്ലേ, അവന് ആ പേസ വെച്ചപ്പോഴേ സുഖടിയല്ലേ. അവൻ പറഞ്ഞാലും എനിക്ക് കേക്കില്ല. അവന് അവന് ഒന്നല്ലേ ഉള്ളു ഒരു കുട്ടിയെ പിന്നെ വളർത്താപ്പ ആരോഗ്യം എന്തായിരുന്നു ഒരു കുട്ടിയതേ ഉള്ളു. ഭർത്താവ് പറഞ്ഞില്ലേ, ഭർത്താവുമ്പോ ആരുമില്ല. പിന്നെ അവനെ ഒന്നിനെ വളർത്താൻ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഉള്ളതിനെ ഇട്ട് കൂടെ വളർന്നു. ഇവിടെ ഇരിക്കും ഇരുന്നൊക്കെ കാര്യങ്ങൾ പറയാമ്പോ നല്ല രസമുണ്ട് കേൾക്കാൻ. അല്ലെങ്കിൽ അമ്മേനെ ഇത്തിരി വിഷമം വന്നിരുന്ന ഇതിനെ പിടിച്ച് അടുത്തിരുത്തിയാൽ വയ്യ. നിങ്ങളെ മോന് എന്നും അസുഖം. അവന് എന്നും അസുഖം തന്നെ. പാത്രം വന്ന് എന്റെ കാലിക്കൂടെ വെച്ചു. ഏത് പാത്രം? അലുമിനിയം പാത്രോ? അത് എന്റെ കാലിക്കൂടെ വീണു. അത് കാലിക്കൂടെ വീണപ്പോ വേനിച്ചാ? അത് തൊട്ട് കാണിച്ചാലും അതിൽ കൂടെ വീണെന്ന് പറയാം. അവിടെ ഞാൻ ഒന്നും കണ്ടില്ല. എന്തൊരു സുഖടി അവന്. അവന് വയറിളക്കം. വയറിളക്കത്തിന് കക്കൂസുണ്ടത്. എന്നാ നിങ്ങളെ മോനാണ് വയറിളക്കം എന്ന് പറഞ്ഞത്. വയറിളമെങ്കിൽ കക്കൂസിൽ പോവാല്ലെന്ന് സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ. മരുന്ന് തിന്നാലല്ലേ വയറിളക്കാൻ മാറുള്ളൂ. മരുന്ന് തിന്നാലേ മാറുള്ളൂ. ആശുപത്രി പോണ്ടേ? ആശുപത്രി പോയി. എന്തേലും പറഞ്ഞ ഡോക്ടർ മരുന്ന് കൊടുത്തിട്ട് കുറയൂന്ന് പറഞ്ഞു. കുറയണില്ല. ഇന്നലെ രാത്രിയൊന്നും ഉറങ്ങിയില്ല. വയറുവേദന പറഞ്ഞ് വിളിച്ച് കിടന്നു. ഞാനും ഉറങ്ങിയില്ല. എനിക്കും ഉറങ്ങാൻ പറ്റിയില്ല. നിങ്ങളെ മോനും ഉറങ്ങിയില്ല. 2 പിള്ളേര് മാത്രം ഉറങ്ങി. ഇപ്പൊ ഉറക്കക്ഷീണവും വരുന്നു, തലവേദനയും വരുന്നു. നിങ്ങളെ മോൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ കണ്ടോണ്ട് അതും ഒരു സങ്കടം. കുറയൂ? ഇന്ന് കുറഞ്ഞില്ലല്ല, ഇന്നലെ കുറഞ്ഞില്ല, ഇന്ന് കുറഞ്ഞില്ല, 2 ദിവസമായില്ലേ കുറഞ്ഞില്ലല്ല. കുറഞ്ഞില്ലേ? അപ്പൊ അവിടെ അപ്പൊ പേരൂക്കട പോയിട്ട് കുറയണില്ല. ഇനിയിപ്പോ നാളെ മെഡിക്കലിൽ കൊണ്ടുപോയി കാണിക്കണം. മെഡിക്കലല്ലേ നിങ്ങളെ മോനെ കാണിക്കണത്. അവിടെ കൊണ്ടുപോയി കാണിക്കാ. അതുകൊണ്ടാണ് ജോലിക്ക് പോയത്. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോവാത്ത. അല്ലെങ്കിൽ പോയിരുന്നു. മക്കെന്തരിയാക്കും? ഭർത്താവൂല്ല, ആരുമില്ല. ആരുടെ പറയാ? ആരുടെ പറയണേ? നമ്മക്കല്ലേ ആരുമില്ല. ഉള്ളനായിട്ട് നമ്മളെ കാച്ചി കുടിച്ചിട്ട് ആരുമില്ല. ആരുമില്ലാതെ നമ്മൾ ചുമ്മാ ഇരിക്കാം. 12 മണി ആയതിനു ശേഷം കുളിച്ചും കൊണ്ടിരിക്കും. തടവണൊക്കെ എന്തിന്? ഒന്നുമില്ല, കഴിക്കാൻ ഒന്നുമില്ല. ശാസ്ത്രം അന്ന് ചോദിച്ചു
ആര്? ഞാൻ എന്ന്? എന്നും അത് ഇപ്പോഴത്തെ കാര്യമല്ലേ? രാത്രി നിങ്ങളെ പ്രസവിച്ച ആരുമല്ലേ പറഞ്ഞു തുടങ്ങിയത്? രാത്രി ആകുമ്പം വന്നിട്ട് പോയി ആ പാത്രം രണ്ടു കപ്പും ഇപ്പോഴുള്ള പ്യാല് അരി കൊടുത്തുകൂടെ കൈ കൊണ്ടുവയ്ക്കും. കൈ കൊണ്ട് വെച്ചിട്ട് വന്നിട്ട് പോയി. പിന്നെ വരാൻ അവൻ വലിയ മേക്കരച്ചാ. ഇല്ലമ്മ, വെളിയിൽ നിന്നൊന്നും കഴിച്ചില്ല. ഇവിടുന്ന് ഞാൻ ചോറ് വെച്ച് കൊടുത്തു വിടുവല്ലോ. വെളിയൊന്നും കഴിക്കില്ലേ? ഇല്ല, ഇവിടെ ഞാൻ ചോറ് കൊടുത്തു വിടയില്ലേ ചെയ്യണം. പിന്നെ എങ്ങനെ? അറിഞ്ഞൂടാ. വയറുവേദനയുണ്ട്, ഛർദിലുണ്ട്, വയറിളക്കമുണ്ട്. ആ പിള്ളേർക്കും വയ്യായിരുന്നല്ല. പിള്ളേരെയും കൊണ്ട് ഞാൻ ആശുപത്രിയിൽ പോയിട്ടല്ലേ ഇപ്പൊ കുറഞ്ഞത്. അതുപോലെ നിങ്ങളെ മോനും വന്ന് എന്താന്തോ കാര്യം. എനിക്ക് പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഞാനെന്നാ വീട്ടിൽ വെക്കണ ആഹാരമാണ് കഴിക്കണം. നമ്മൾ വെളിയിൽ നിന്നൊന്നും കഴിക്കണമില്ല. ഞാൻ വെളിയിലൊന്നും തിന്നൂല. ഞാൻ കഴിക്കാനും പോവൂല. എന്റെ പൈസയില്ല, ഞാൻ പോവുകയില്ല. ഇവിടെ ഈ വരാന്തി കിടന്നു പോവാം. ഏത് വരാന്തി? അത് ഞാൻ പോകുമ്പോ അവിടെ കിടന്നല്ലേ ഉറങ്ങുള്ളൂ. പണ്ടേ ചെറുക്കന് ഈറ്റിയെ സുഖടി. പണ്ടേ ഈറ്റിയെ സുഖടി. ആര് പറഞ്ഞാലും കേക്കിയില്ല. ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ കേക്കില്ല. അവന്റെ ഒരു കുറ്റവും മര്യാദയ്ക്ക് ഒന്നും ഉണ്ടാവൂല. ജോലിക്ക് പോണതാണല്ലേ പ്രശ്നം? ജോലിക്ക് പോണ വീട്ടിൽ ഇരുന്നാ കുഴപ്പമില്ലല്ലേ? വയ്യ വന്നോ മോ, നിങ്ങക്ക് സങ്കടമൊന്നുമില്ലേ? എന്തരി ഞാൻ എന്തരി മോന് വിഷമം വയ്യെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടോ? അവന് ഇനി ആശുപത്രി മെഡിക്കൽ കൊണ്ടുപോയി കാണിച്ചു നോക്കിയാ അറിയാം. ആശുപത്രി കൊണ്ട് കാണിക്കാ അറിയാം. വയ്യെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമൊന്നും വരൂലേ? അയ്യെന്ന് പറഞ്ഞ് ഞാൻ എന്തരി അത് തന്നെ. നിങ്ങളെ മോനെ വയ്യ, അസുഖം പറഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടമൊക്കെ വരൂ? എനിക്ക് സങ്കടം വന്നാൽ ഞാൻ തരികേ. സങ്കടം വന്നാൽ എന്ത് ചെയ്യും? നമ്മള് കരയും. പിന്നെല്ലാം എന്ത് ചെയ്യേ? നിങ്ങൾ കരയോ? കരയോ? ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ കരയണ. അന്ന് മോന്റെ കാലൊടിഞ്ഞ് കാലിൽ കൂടെ വണ്ടി കയറി കാലും പൊക്കി എല്ലാരും കൊണ്ടുവന്നപ്പോ നിങ്ങൾ ചിരിച്ചോണ്ട് നിന്നതാ. ഇത്രയും വന്നോളാന്ന്. ഒരിക്കൽ ചേട്ടന്റെ കാലിക്കൂടെ ഒരു കാറ് കയറി. ശ്രീകാര്യം എവിടെയും കണ്ട പാസ് ചെയ്ത് വന്ന സമയത്ത് വണ്ടി നിർത്തിയിരുന്നപ്പോ ഒരു കാറ് കാലിക്കൂടെ കയറി സൈറ്റിൽ നിന്ന് വന്ന സമയമായിരുന്നു. അങ്ങനെ വിരല് ഫ്രാക്ചറായി. അങ്ങനെ ചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ കൂടി രാത്രി ഇതുപോലെ അവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാല് ഫ്രാക്ചർ ഇട്ട് രാത്രി കൊണ്ടുവന്നു. രാത്രി 8:30 വന്നപ്പോ എന്റെ ബ്രദറെ കൂടെയൊക്കെയാണ് വന്ന. അതിന്റെ വണ്ടി ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുവന്ന. അപ്പൊ വണ്ടി അന്ന് ഈ വർക്ക് ഏരിയ കെട്ടിയിട്ടില്ല. ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ അടുക്കളയിൽ ഇറക്കിയിട്ട് അടുക്കള വശത്തോട്ട് അകത്ത് കയറ്റിയാണ്. കയറ്റിയപ്പോ അമ്മ ഇവിടെ നിന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടെന്ന് ചോദിക്കല്ലേ, എന്തിനു പറ്റി ഇറക്കാ? അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ അമ്മ കാല് ഫ്രാക്ചർ. അത്രേ പറ്റിയോടാ, വേറൊന്നും പറ്റിയില്ലേന്ന്. അതാ നമുക്ക് ഇപ്പൊ തമാശയായിട്ടും തോന്നൂല. പക്ഷെ അമ്മ അപ്പൊ ചോദിച്ചേണ്ട നമ്മള് വിഷമം വന്നിരിക്കണവരും ചിരിച്ചു. കൂടുതലൊന്നും പറ്റിയില്ലേ? എന്നിട്ടൊന്ന് ചിരിക്കണ് അല്ലേ? നിങ്ങളല്ലേ? ഒന്നും കേട്ടൂടാ. അവൻ എന്തെങ്കിലും പറ്റിയാ എനിക്ക് എന്തെങ്കിലും. അത് തന്നല്ലേ നിങ്ങൾക്ക് എന്തൊരു സങ്കടം അല്ലേ? മോനല്ലേ എന്നെ നിങ്ങടാ? മറ്റു പോയില്ലേ, നമ്മളും കൂടെ പോവും. എന്തിനൊക്കെ പറയണേ അമ്മ? നമ്മളും കൂടെ പോവും. നമ്മളും കൂടെ പോവൂല. എന്നാലും നമ്മളെ മക്കള് നമ്മള് ജീവനോട് ഇരിക്കുന്ന കാലത്തോളം നമ്മൾ മക്കള് മരിക്കാൻ പാടില്ല എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ട? നമ്മള് നമ്മളെ മക്കള് നമ്മളെ ജീവിതകാലം മുഴുവൻ നമ്മള് കാണത്തക്ക രീതിയിൽ ഇരിക്കണം. നമ്മളെ കൂടെ ഇരിക്കണം. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് ആ കാക്ക എന്തൊരു പ്രശ്നം പിടിച്ച കാക്ക എന്തോ ഇപ്പൊ പോയി എല്ലാത്തിനെയും കൂടെ വിളിച്ചോണ്ട് വരും. കുടുംബസമേതം വിളിച്ചോണ്ട് വരും കാക്ക. പക്ഷെ അവര് ഓട്ടിച്ചാ പോവും. ഇവർ ഓട്ടിച്ചാ കാക്ക ഒരു ശല്യം ഇല്ലാതെ പോവും. നമ്മൾ ഓട്ടിച്ചാ പോവൂല. ലോകം മുഴുവൻ ഉള്ളവരെ കൊണ്ടുവരും. നിങ്ങൾ ആരോണാ കാക്ക? എല്ലാരും പിടിച്ചോണ്ട് വരും.
കുറവുണ്ടാ? കുറവില്ല, കിടക്കണം. കുറവില്ല. നാളെ ഇനി ആശുപത്രി കൊണ്ട് കാണിക്കാൻ പറ്റും. ഉം. മരുന്ന് കുടിച്ചാടിച്ചു. ഏ മരുന്നും ഗുളികയും തിന്നാതി. കുറവില്ല അമ്മ, മരുന്നും ഗുളികയും തിന്നിട്ട് കുറവില്ല. എന്തൊരു ഈച്ചയെ നോക്കിയാണ് കാലെടുക്കമ്മ. ചോറൊന്നും പറ്റിയില്ലേ? ഞാൻ ഒന്നും വച്ചില്ല. ചോറൊന്നും പറ്റില്ലേ? ഇല്ല, ഒന്നും വച്ചില്ലമ്മ. ഞാൻ എന്തിനു വെക്കണ? ആർക്ക് തിന്നാൻ? ആ പിള്ളേരൊക്കെ കട്ടിയുള്ള ആഹാരം കഴിച്ചുകൂടാ. നിങ്ങളെ മോ ആഹാരമേ കഴിക്കണില്ല, പിന്നെ ഞാൻ കഴിക്കൂല, പിന്നെ ആർക്ക് വേണ്ടി വെക്കണത്? നിങ്ങൾക്ക് ഒരാൾക്ക്. അവർക്ക് കട്ടിയുള്ള ആഹാരം കഴിച്ചുകൂടാ. ആകെ കഴിക്കണത് ഇപ്പൊ ഇവിടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനു വെക്കണത്? ആരുടെ അമ്മ? അമ്മ ഞാൻ ആരുടെയും വർത്തമാനം പറയാൻ പോണില്ലമ്മ. അതവിടെ ജോലിക്കാര് വന്ന് ജോലി ചെയ്തിട്ട് അവരവരുടെ പാട്ടിന് പോവും. ഞാൻ എന്തൊരു വർത്താനം പറയാൻ? ഞാൻ ആരുടെയും സംസാരിക്കാനൊന്നും പോവില്ല. നമ്മള് അവര് ജോലിക്ക് വന്നിട്ട് ജോലിക്ക് അങ്ങ് പോവും, ജോലി ചെയ്തിട്ട് പോണം. മിണ്ടായിരിക്കേ ചാർലി. ആ ഡോർ അവിടെ നിന്ന് മൂട്ടണോണ്ടാണ്. അമ്മ ഞാൻ ഒന്നും മിണ്ടൂല. അവരോടൊന്ന് ജോലി ചെയ്തിട്ട് അവരെ പാട്ടിന് പോവും. ഒന്നും പറയാതിരുന്ന ആര്? അപ്പുറത്ത് ജോലിക്കാര് നിൽക്കുന്നു. ജോലിക്കാരോട് മിണ്ടല്ലെന്നാണ് ഈ പറയണത്. തലയിൽ കൂടെ വീണിട്ട് കൊണ്ടുപോകും. ഇവനൂടെ ഇനിയും കൂടെ പള്ളൊന്നും പറയണ്ടമ്മ. നമ്മൾ എന്തിനു പള്ളൊക്കെ പറയാൻ പോണം? പള്ളു പറഞ്ഞാൽ മോശമില്ലേ? നമ്മൾ പള്ളൊക്കെ പറയുമ്പോ ആൾക്കാരെ ശ്രദ്ധിക്കുന്നതാണ്. കിടത് വേണ്ട, പാവൊന്നും പറയണ്ട. നമ്മൾ എന്തെങ്കിലും നമുക്ക് ശരിയില്ലാന്ന് തോന്നി അതങ്ങ് പറയണം, പറഞ്ഞതങ്ങ് തീർക്കണം. അല്ലാതെ എന്തോന്ന് അങ്ങനെ പറയില്ലേ? കേട്ടാ കേട്ടാ? പള്ളൊക്കെ പറയും. ഇന്നലെ ഭയങ്കര വഴക്കായിരുന്നാ? ഞാൻ പറഞ്ഞു. എന്തിനു പറഞ്ഞേ? അവളെ പറഞ്ഞു. ഞാൻ കേട്ടില്ലായിരുന്നു. അവളുടെ കൂടെ ഇല്ലായിരുന്നു. അവളും അവളെ ഭർത്താവും കൂടെ പോയി. അവളും കൂടെ പറയണ. ഇന്നലെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ കുഞ്ഞിയെ കൊണ്ട് ആശുപത്രിയിൽ പോയിരുന്നു. ഇവിടെ ഇല്ലായിരുന്നു. ഇവിടെ കെട്ടിയിട്ട് അമ്മായും പേര് അമ്മാരും പേര് ആരുമില്ല. ഇതൊക്കെ ഞാൻ വന്നിട്ട് ഇവിടെ തകർക്കണം. എന്റെ തലയിൽ കൂടെ വീഴും. ഒരുത്തനിക്ക് അറിവില്ലായിരുന്നു. ഇവിടെ അടിച്ചുകൊണ്ടിരുന്നപ്പോ ഒരുത്തനിക്ക് അറിവില്ലായിരുന്നു. നീയാണ് അലക്കാൻ സമ്മതിക്കാത്ത. എന്തിനലക്കണത്? ഇവിടെ അടയ്ക്കണോടിച്ചിരിക്കണം എപ്പഴും. നിനക്ക് നാടിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. നിനക്ക് നാടിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. ഏത് നാടിനെ കുറിച്ച്? ഈ നാടിനെ കുറിച്ച് 10 വർഷം ആയല്ല പറയാൻ കൊറേയൊക്കെ. അപ്പൊ ഏതാണ്ട് കാര്യങ്ങളൊക്കെ അറിയാണ്ട് അത് നിങ്ങൾ പറയണ്ട. കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം കേട്ടാ. ഞാൻ നിൽക്കുമ്പോലെ നിന്നാലേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. മറ്റേ കൂടെ ജീവിക്കാൻ ഒക്കൂല. എന്നെ പോലെ പാവം അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ വെക്കൂല. അലിച്ചോ പാവല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ വെക്കൂല. ജവന്റെ പ്രായം അലിച്ചോണ്ടിരുന്നാലേ ഇവിടെ ജീവിക്കാൻ വെക്കുള്ളൂ. എന്നെ പോലെ പാവമായിട്ട് ജീവിക്കാൻ പറ്റൂല ഇവിടെ. അവന് തീനാ കൊടുത്ത പയറും കഞ്ഞിയും കൊടുത്ത്. രാത്രി പയറും കഞ്ഞിയും തന്നെ. പയറും കഞ്ഞിയും ചമ്മന്തി. അപ്പൊ ഉച്ചക്ക് എന്തരി കൊടുത്ത? പയറും കഞ്ഞി ഉച്ചക്കേ കഴിച്ചോളൂ അമ്മ. ഉച്ചക്ക് ദൂരം ആഹാരം കഴിച്ചതില്ല. പയറും കഞ്ഞി ആ ഉച്ചക്ക് കഴിച്ചതില്ല, വേറൊന്നും കഴിച്ചില്ല. കാലത്തൊന്നും കഴിച്ചില്ല.
കറുത്തൊന്നും കഴിക്കും. ചെറുക്കൻ ഇങ്ങനെ ആഹാരം കഴിക്കാതെ ഇങ്ങനെ ആവൂല്ലേ? എന്ത് ചെയ്യാൻ, വിശപ്പില്ലെന്ന്, ആഹാരം വേണ്ടെന്ന്. അവന് ഒന്നും വേണ്ട വലുതാവൂല്ലേ? ചെറുതാവുക. എനിക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ നിങ്ങളെ മോന്റെ തന്നെ ചോദിക്കാത്തത്. ചെറുക്കൻ വലുതാവുള്ള ചെറുക്കൻ. എന്റെ ചെറുക്കൻ വയ്യാതായിട്ട്, ആ ചെറുക്കൻ വയ്യാതായിട്ട് എന്റെ ചെറുക്കൻ. എന്റെ ചെറുക്കനാ? അപ്പൊ അങ്ങനെ ആയാ? കുറച്ചു മുമ്പ് അങ്ങനെ അല്ലല്ലോ പറഞ്ഞ. അങ്ങനെ എന്തരമ്മ പറയണ? അവൻ എന്നാലും ഈ ചെറുക്കന് വയ്യാതായിട്ട്. വയ്യാതായി. ഞാൻ പറ്റാവോന്ന് ഞാൻ ഞാൻ പറ്റാതുകൊണ്ട് അല്ലാതെ ഞാൻ പറ്റ എന്റെ മോനില്ലേ, ഞാൻ ഒരാളെ പറ്റുള്ളൂ. എന്റെ മോനെ പറ്റാ എനിക്ക് സങ്കടമുണ്ട്. അവന് മര്യാദായ എനിക്ക് സങ്കടമുണ്ടാ? അവനെ കൊണ്ടുവരുന്ന അസുഖം മാറ്റാം. പിള്ളേർക്കൊക്കെ കുറഞ്ഞ? പിള്ളേർക്ക് പിള്ളേർക്ക് ഇത്തിരി കുറവുണ്ട്. പിള്ളേർക്ക് കുഴപ്പമില്ല. ഇനിയും കൂടെ കൊണ്ട് അന്വേഷിക്കാം. എന്തരോ വെച്ച് കടിച്ചു കണ്ടോ? എന്റെ കയ്യിലെ കടിയും തന്നെ. എന്തോ വെച്ച് കടിച്ചു. രാത്രി എന്തെങ്കിലും? രാത്രി കഞ്ഞി കുടിക്കാം. കഞ്ഞി കുടിച്ചാ? വെച്ച് ചോറ് വെച്ചില്ലമ്മ. ചോറ് ഇന്നലെ മീനിന് ഞാൻ അരച്ചു വെച്ച്, മീൻ അറുത്ത് വെച്ച്, പൊരിക്കാൻ പുരട്ടി വെച്ച്, തോരൻ അരിഞ്ഞു വെച്ച്, ഒഴിക്കാത്തിന് അരിഞ്ഞു വെച്ച്, വെള്ളരിക്ക. ഈ വീട്ടിൽ ആർക്കും തിന്നാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ എന്തിനിത് വെച്ച് തട്ടിക്കളയണേമ്മ? നിങ്ങൾ മാത്രം കഴിക്കുന്നു. ഇന്നലെ നിങ്ങൾ മാത്രമേ ആഹാരം കഴിച്ചോളൂ. അങ്ങേര് തിന്നില്ല, ഞാൻ തിന്നില്ല, പിള്ളേര് തിന്നില്ല. ഈ ഇങ്ങനെ വയറുവേദനയും ഛർദിലും ആയിട്ട് നടക്കണം, ആഹാരം തിന്നോ? എനിക്ക് ചോറ് പറ്റുള്ളൂ. അമ്മ ചോറില്ലമ്മ, ഇന്ന് കഞ്ഞിയേ ഉള്ളൂ. രാത്രി ചോറ് കഴിഞ്ഞാലേ ഈ പുളിയും കൂടെ തിന്നോണ്ട് കഞ്ഞിയേ ഉള്ളൂ. ഇന്ന് കഞ്ഞിയെ വെച്ചോളൂ. ചോറ് കഴിഞ്ഞോണ്ട് കിടക്കണം. ചോറില്ല, ചോറ് വെച്ചില്ലെന്ന്. കഞ്ഞിയെ വെച്ചോളൂ. ഇനി വൈകുന്നേരം വെക്കില്ലേ? ഇനി എപ്പ? മണി 6 നിങ്ങളൊന്ന് പോയാണ്. ഞാൻ കുളിച്ച് വിളക്ക് എത്തിക്കാൻ പോണു. ഞാൻ എവിടെ വെക്കാൻ പോണ? നിനക്കറിഞ്ഞൂടെ ഞാൻ ചോറ്? അമ്മ ആർക്കും വേണ്ട ചോറ്. വച്ചിട്ട് എന്ത് ചെയ്യാൻ? കുട്ടികൾക്ക് കഴിച്ചില്ല. കുട്ടികൾക്ക് ലൈറ്റ് ആഹാരേ കഴിക്കാൻ പറ്റുള്ളൂ ഡോക്ടർ പറഞ്ഞ്. നിങ്ങളെ മോൻ ദാഹിച്ച വെള്ളം കുടിക്കുന്നില്ല. പിന്നെ ഞാൻ മാത്രം ഞാൻ തിന്നാലായി, തിന്നില്ലെങ്കിലായി. പിന്നെ നിങ്ങൾക്ക് മാത്രമല്ലേ. അപ്പൊ ഒരാൾക്ക് വേണ്ടിയിട്ട് ഈ ചോറ് ഒത്തിരി ആഹാരം വെച്ച് കളയണോ? നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. ചോറ് വേണമെങ്കിൽ ഇതുപൂരം ചോറ്, ഇന്നലത്തെ ചോറ് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. ആട്ടാൻ വെച്ചതാണ്. ആ ചോറ് ഒരിച്ചിരി പൂരം മീൻകറി ഇരിക്കണം. അത് മതിയാ? മതിയാ? ഇതിനകത്ത് തരാം ചോറ്. എന്തൊരു മക്കളെ? കേറല്ലേ അവിടെ നില്ല്. എന്തൊരു വേണം? മീൻ വെച്ചില്ലടി. ഇന്ന് മീൻ വെച്ചില്ല. അല്ല, അവര് ചോദിക്കട്ടെ, കുഴപ്പമില്ല. നാളെ കഴിക്കാം മക്കളെ. ഇന്ന് കഞ്ഞി, ഇന്ന് രാത്രി കഞ്ഞിയോ? മാങ്ങക്ക് ഞാൻ ഇപ്പൊ എവിടെ പോയി? അത് ആ മാവിന്ന് പൊഴിഞ്ഞു വീണ മാങ്ങയാണ് അടുത്തത്. രാമചന്ദ്രയില? നിന്റെ അച്ഛൻ എണീറ്റിരിക്കാൻ ആവതില്ലായിരിക്കും. പിന്നെ രാമേന്ദ്ര പോയി ഞാൻ മാങ്ങ വാങ്ങിച്ചോണ്ട് വരാൻ പോണു. എവിടെയും പോണില്ല. പോയാണ് അങ്ങോട്ട് പോയാണ്. ഞാൻ പോണ, എനിക്ക് വിളക്ക് എത്തിക്കാൻ പോണ. ഞാൻ പോട്ടെ അമ്മ, എനിക്ക് കുളിച്ച് വിളക്ക് എത്തിക്കണം. പോ കുഞ്ഞങ്ങോട്ട്. ഞാൻ പോന്നു. കഥ ഉടച്ചിട്ട് പോ. കഥ ഉടയ്ക്കാം. നിങ്ങൾ അങ്ങ് നടയിൽ പോണോ? ശരി, പോയി.